ഹലോ ഫാമിലി. രാവിലെ തന്നെ ഈ കറങ്ങി നടക്കണത് എന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാനേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണ സമയത്ത് ഒരു ഓയിൽ മസാജിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതവിടെ ഒരു പ്രൊസീജിയർ നടക്കുന്നത് ഞാൻ കുറേ പാട്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അത്രയും പാട്ടായിട്ട് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിലും വേറൊരു ട്രീറ്റ്മെന്റിനാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പോകുന്നത് നാഗാർജുന തൃപ്പൂണിത്തറ സ്ത്രീ ആരോഗ്യം, അതായത് പുരുഷാരോഗ്യം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെയുണ്ട്, സ്ത്രീ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് വേറെ. അതായത് അവിടെ സ്ത്രീകളല്ലാതെ ഒരു പുരുഷന്മാരെ അവിടെ കാണാൻ പറ്റത്തില്ല. ഭയങ്കര പ്രൈവസി ഉള്ളതും ഭയങ്കര നീറ്റായിട്ട് ഹൈജീനായിട്ട് നമുക്ക് ഭയങ്കര സുഖമാണ്. അതായത് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര കാമായിട്ട് തോന്നും. ഞാൻ ഈ ചാടി ഈ സംസാരവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ ഭയങ്കര കാമായിട്ട് നിൽക്കണത് തോന്നും കേട്ടോ. എല്ലാ കമ്മലും മാലയും എല്ലാം ഊരി വെച്ച് ചെറിയ ലിപ്സ്റ്റിക് അടിക്കോ, അല്ലാതെ ലിപ്സ്റ്റിക് ഇല്ലാതെ എങ്ങനെ പോവും. അങ്ങനെ അങ്ങോട്ടേക്കാണ് ഈ പോക്ക്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സ്ത്രീകൾക്ക്, അതായത് ഒരു 20+ ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഈ 30+ ആയിട്ടുള്ള ആൾക്കാര്, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ വീട്ടിലെ പണിയും ഓഫീസിലെ പണിയും ഒക്കെ ചെയ്തോടി നടക്കുന്ന സ്ത്രീകൾക്ക്, അവരുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ സ്വന്തം പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നമ്മൾ റിലാക്സ് ആവും, അത്രയും നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് ഈ വീഡിയോ. കുട്ടികളെ, ഞാനങ്ങനെ പോയിട്ടോ, ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ എടുത്തത് കേട്ടോ. അതായത് ജാങ്കോ, അതായത് മക്കളെ, എനിക്ക് ഇപ്പോഴാട്ടോ കൂടുതലും ഈ ചുമ്മാ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കള്ള വൈബ് എന്നൊക്കെ പറയുമായിരിക്കും എല്ലാവരും. പക്ഷെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ്. അത് കൈയും കാലും ഷോൾഡറൊക്കെ ഭയങ്കര വേദന. പിന്നെ ഈ ഫോണും ലാപ്പും ബുക്കും ഒക്കെ ഇരിക്കുന്നുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര വേദനയാണ്. പിന്നെ വലത് കാലിന്റെ ഉപ്പൂറ്റിയുടെ അടിയിൽ നമ്മുടെ അമ്മമാരൊക്കെ എവിടെന്നെങ്കിലൊക്കെ എണീക്കുമ്പോൾ പെട്ടെന്ന് കാല് കുത്താനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കില്ലേ, അത് പല ഇതുകൊണ്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൂറ്റിയുടെ താഴെ ചെറുതായിട്ടൊരു ആ ഒരു എല്ല് ഇച്ചിരി ലൈറ്റ് ഉണ്ടെന്നാ പറയുന്നത്. മുമ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഹീൽസ് ഉപയോഗിച്ചതൊക്കെ മാറ്റി ഫ്ലാറ്റാക്കി വീട്ടിൽ നിന്നല്ലേ ഇങ്ങനെ ബബിൾസ് ഉള്ള പോലത്തെ ചെരുപ്പില്ലേ, അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് വീണ്ടും തുടങ്ങിയപ്പോൾ എന്താണെങ്കിലും ട്രീറ്റ്മെന്റ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ഓയിൽ മറ്റേ കിഴി ഉണ്ടല്ലോടാ, എന്തൊരു ചൂടുള്ളത്, ഭയങ്കര ചൂടുള്ളത്. ശരിക്കും നമ്മളവർ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് പെയിൻ ഉള്ളതെന്ന് മനസ്സിലാവും. പിന്നെ പെയിനുള്ള സ്ഥലത്ത് ശരിക്കും അത്യാവശ്യം അവര് അറിയുന്ന ആൾക്കാരാണല്ലോ, നമ്മൾ പോയി ഉടക്കണ പോലെയല്ല, അവർ ഒട്ടച്ച് അങ്ങനെ എടുക്കും. പിന്നെ ചൂടുള്ള കിഴിയല്ല, കിഴി വെച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് കാലിന്റെ താഴെ നന്നായിട്ട് ചൂട് പിടിച്ചിട്ടാ നല്ല സുഖമുണ്ട്. അപ്പൊ ഇതിന് എത്ര രൂപയായി എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം ഒക്കെ വീഡിയോ ഇടാം. അപ്പോൾ വീഡിയോ ഇടാന്ന് വെച്ചാൽ അതിൻ്റെതായ ക്ലിപ്സ് ഞാൻ എടുക്കാം. ഒറ്റ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ലാസ്റ്റ് എത്ര രൂപയായി എന്നുള്ളതും പറയാട്ടോ. പിന്നെ എനിക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് മുമ്പ് ഒരു 1.5 വർഷം മുമ്പ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ആയിട്ട്. അല്ലാതെ ഞാൻ 2-3 മാസം കൂടുമ്പോൾ പോകാറുണ്ട്. ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു നമ്മുടെ സ്കിന്നിന്റെ ടാനൊക്കെ പോവാനും നല്ല സോഫ്റ്റ് ആവാനും സ്റ്റീം ബാത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നാഗാർജുനെ തന്നെയാട്ടോ ചെയ്യുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഗുണമുണ്ടായിട്ടാണോന്ന് അറിയാലോ. പൈസ വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഫുൾ ബോഡി ചെയ്യില്ലേ, അതിനേക്കാളും ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ഞാൻ അതിന്റെ പൈസ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഈ പ്രാവശ്യം കഴിഞ്ഞ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വെയിറ്റ്, അത് നമുക്കൊരു നീരുണ്ടാവും, ഒരു നീര് പോലെ. നിങ്ങൾ വിശ്വസിക്കുമോന്ന് എനിക്കറിയത്തില്ല, അന്ന് എനിക്ക് ഏകദേശം ഒരു 4-5 കിലോ 5 ദിവസം കൊണ്ട് അങ്ങ് കുറയുന്നത് നമുക്കറിയാൻ പറ്റും. കാരണം യൂറിൻ പോയി നമുക്കത് തലക്ക് പ്രാന്തായി പോകും. കാരണം എവിടെ പുറത്തു പോയാലും എനിക്ക് അപ്പം തന്നെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയാം. ആ സമയത്ത് യൂറിനിലൂടെ കുറേ നീര് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും.
കുറച്ച് കൊഴുപ്പും അങ്ങനത്തെയൊക്കെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ ആ മെഡിസിൻ തുടങ്ങുന്നുണ്ട്. പിന്നെ മുമ്പത്തെ പോലെ അല്ല, കുറച്ച് ഡയറ്റൊക്കെ ഞാൻ നന്നാമത് തീരുമാനിച്ചു. കുറച്ച് ഡയറ്റൊക്കെ ഉണ്ട്, ലൈറ്റായിട്ട് വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റും കുറയും. അപ്പോൾ ഈ 5 ദിവസത്തെ ഒരു കുഞ്ഞു ക്ലിപ്പായിട്ട് ഞാൻ ഇടാം. പിന്നെ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ ഈ ഉപ്പൂറ്റിയുടെ താഴെ ഒരു ബാൻഡേഡ് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തോ മെഡിസിൻ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു ഞാനപ്പോൾ. അത് കഴിയുമ്പോൾ കുഞ്ഞു ക്ലിപ്പായിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലാടാ. എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇതായി, എന്താ പറയുക, ഏത് സമയവും ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കി ഡബിൾ ചിന്നൊക്കെ വന്നു തുടങ്ങി. ഇനി ഫേസിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യണം. വണ്ടി ഓടിച്ചുകൊണ്ടേ വലിയ ട്രാഫിക്കൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പരമാവധി വീഡിയോ ചെയ്യാറില്ല. ഇപ്പം വീട്ടിലെത്തും കുലിങ്ങല്ലേ. നമ്മുടെ താറുമോൻ്റെ ഉള്ളിൽ കുലിങ്ങാതെ പോയി കഴിഞ്ഞാൽ അത് താറാവോടെ. അപ്പൊ താരൊക്കെ സ്മൂത്തായിട്ട് താറിന്റെ ഞാൻ റിവ്യൂ ഇടുന്നുണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. കാരണം താറ് മേടിക്കുന്നവർക്ക് പണിയാവോ, പണിയില്ല, പണി ഉണ്ടാവോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ ശരി കേട്ടാ, ഇനി മേടിച്ചില്ലട്ടെ. ബൈ. ഇനി നാളത്തെ കുറച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, മറ്റന്നാളത്തെ കുറച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ഞാനൊരു ദിവസം മാത്രം പോയിട്ട് ചുമ്മാ ഡയലോഗ് പറയണമെന്ന്. നമുക്ക് അങ്ങനെയുള്ള ഫേക്ക് പരിപാടിയൊന്നും വേണ്ടടാ. നമുക്ക് നേരെ പോകും അല്ലേ. എത്ര എമൗണ്ട് ആയി എന്ന് പറയണ്ടേ. ആ എമൗണ്ട് ഞാൻ പറയാം കേട്ടോ. 2ാം ദിവസവും ഈ ലിപ്സ്റ്റിക്ക് വാരിപ്പൊത്തിയിട്ട് ഞാൻ പോവാണ്. ആദ്യത്തെ ദിവസത്തെ തിരുമ്മലോടുകൂടി തന്നെ എൻ്റെ റിലേ കട്ടായിട്ടിരിക്കും. കാരണം ഞാൻ എവിടേക്കോ പെയിൻ ഉണ്ടെന്ന് കരുതിയെങ്കിലും ഇവർ പിടിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ നീര് പോലെ ഓരോ കട്ടറകളായിരുന്നു. അതായത് ഈ എൻ്റെ പൊന്നെ അവിടെ തിരുമ്മാൻ വന്ന പിള്ളേരെ സമ്മതിക്കണം കേട്ടോ. അവരുടെ ആ ചെറിയ ശരീരത്തിൽ നിന്നാണ് ഇത്രയും ബലം തന്നെയെന്നറിയില്ല. അത് സുഖമുള്ളൊരു ബലമാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നീര് വന്ന് കിടക്കുവാണ്. നമ്മൾ ഈ ഫോണൊക്കെ കുനിഞ്ഞ് നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, അതിൻ്റെ ഈ ലിച്ച് കാണിക്കണം എന്നുള്ളോട്ടാ. നല്ല വേദന ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം കേട്ടോ. പിന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ഇടയ്ക്ക് നമ്മൾ വന്ന് നോക്കും, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കും. ഈ പിള്ളേരാണെങ്കിലും ചോദിക്കും, പ്രഷർ ഓക്കെ ആണോ ചേച്ചി, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നെല്ലാം ഭയങ്കര കെയർ തന്നിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാലയും വളയും ഈ സംഭവങ്ങളൊന്നും കൊടുക്കണ്ട. ഇങ്ങനെ ഒരു ദിവസമെങ്കിലും, ഇതിപ്പോൾ ഞാൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് 5-6 ദിവസം എടുത്തേക്കണേ കേട്ടോ. ഒരു ദിവസമെങ്കിലും ഒരു സ്റ്റീം ബാത്തും ഒരു കിഴിയും ഒരു മസാജും അങ്ങനെയുള്ള, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ എല്ലാവരും പാർലറിൽ പോകുന്ന ആൾക്കാർ ഈ പെഡിക്യൂർ മാനിക്യൂർ സ്പായൊക്കെ ചെയ്യുന്നതിന് 10,000-3000 രൂപയാവും. ഇത് നമ്മളുടെ മുടി മുതൽ പാദം വരെ ചെയ്യുന്നതിന് 3000 സംതിങ്ങോ അല്ലെങ്കിൽ 2000 സംതിങ്ങിനോ കാര്യം നടക്കും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളോട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വയം തന്നെ എൻ്റെ ശരീരത്തിനോട് ഞാനിത് ചെയ്യേണ്ടതായിരുന്നു, മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നും. ഇത്രയും ഞാൻ പുകഴ്ത്തണതില്ലേ, നിങ്ങൾ ഈ പ്രമോഷൻ വീഡിയോ ആണെന്നൊന്നും പറയരുത് കേട്ടോ. അത്രയും റിലാക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഈ 6 ദിവസത്തെ ഇതിൽ എത്ര രൂപയായെന്നും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നും എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഞാൻ ചുമ്മാ ഇങ്ങനെ വളവളാന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാറില്ല. ആരുടെ പൈസ മേടിച്ചും നമ്മൾ ചെയ്യാറില്ല. അത്രയും ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ല. കാരണം ഇത്രയും ധൈര്യത്തോടെ ചെയ്യുന്നത്, നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാനൊരു കമൻറ്റും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഇതിപ്പോൾ തൃപ്പൂണിത്തറയിൽ ഇത് നാഗാർജുന സ്ത്രീ ആരോഗ്യം എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാൽ തന്നെ നമുക്ക് കിട്ടോട്ടാ. അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട്. ഇവരുടെ മുറ്റവും എനിക്കറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ എന്തൊരു ശാന്തതയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ തറവാടൊക്കെ കണ്ടതുകൊണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഈ തിരുമ്മാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇതുപോലെ ഒരു നീളമുള്ളൊരു ചില നമ്മൾ പലകത്തോണിയൊക്കെ അല്ലേ കണ്ടേക്കണം, ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം എനിക്ക്, അതായത് 2ാമത്തെ ദിവസം എൻ്റെ കാല് കെട്ടിയാണ് വിട്ടത്. ഒരു മെഡിസിൻ ഇട്ടിട്ട് എനിക്ക് ഉപ്പൂറ്റിയിൽ വേദന ഉള്ളതുകൊണ്ട് കാല് കെട്ടിയാണ് വിട്ടത്. മേൽഭാഗത്താണ് കേട്ടോ ചെയ്തത്. മേളിലൊക്കെ നല്ല രസമാണ് കാണാൻ. ഞാൻ മുമ്പ് യൂട്യൂബ് തുടങ്ങിയ സമയത്തുള്ളതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇന്നൊഴിച്ചില്ല 2ാമത്തെ ദിവസമാണ്. എൻ്റെ കാല് കാണിച്ചു പറയാം. കാലിൽ ഞാൻ പറയല്ലോ ഉപ്പൂറ്റിക്ക് എന്തോ ഒരു മെഡിസിൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് 2-3 ദിവസം എന്തായാലും 5 ദിവസം ഒഴിച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് 2 ദിവസം വേറെന്തോ ഒഴിച്ചിടാ.
പിന്നെയുള്ള 3 ദിവസം ഞവരക്കിഴി അങ്ങനത്തെ എന്തോ കിഴിയാൻ കണ്ടിട്ടത്. പിന്നെ 6ാമത്തെ ദിവസം ശരീരം ഹെൽത്ത് നോക്കിയിടാ, ഭംഗിയും കൂടി നോക്കണമല്ലോ, എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലോ. അപ്പോൾ ഒരു ഈ റോസപ്പൂവും അങ്ങനത്തെ എന്തൊക്കെയോ വെച്ചിട്ടുള്ള എന്തോ ഒരു പൊടിക്കുള്ളൊരു ആ ഒരു ടാനൊക്കെ അടിച്ച് കറുത്ത് പണ്ടാരടിക്ക് പോയ ബോഡി ഒന്ന് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെയാണ് ഇന്ന് മെയിൻ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ. ഈ തലയിലെ തോർത്ത് കൊണ്ട് നെട്ടണ്ട, നമുക്ക് വണ്ടിക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് തലയിൽ പെട്ടെന്ന് ഉണങ്ങിയില്ലല്ലോ, മുടി ഉണക്കിയിട്ടൊക്കെ പോരാൻ പറ്റില്ലെങ്കിൽ തലയിൽ തോർത്ത് കിട്ടി നമുക്ക് ആ തോർത്ത് കൊണ്ട് മേടിപ്പോകും. ആ തോർത്ത് പിന്നെ തിരിച്ചു ഒരു ചോദിക്കൊന്നും മേടിക്കണ്ട. ഞാനങ്ങനെ ഏകദേശം ഒരു 5 തോർത്തായിട്ടാണ് വീട്ടിലെത്തുന്നത്. 5 ദിവസത്തെ കിഴിയാണെങ്കിൽ 5 തോർത്ത് എൻ്റെ വീട്ടിലുണ്ടാവും. അപ്പോൾ 2ാം ദിവസം ഇത്രയൊക്കെയുള്ളൂ. ഇനി വീട്ടിൽ ചെല്ലട്ടെ. ഇപ്പോൾ ഈ മുഖം കാണുന്ന പോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 3ാം ദിവസമായപ്പോഴേക്കും നടുവിനൊക്കെ ഭയങ്കര വേദന, ഭയങ്കര ക്ഷീണം. എന്നെ സംബന്ധിച്ച് വണ്ടി ഓടിച്ച് എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഇവരെല്ലാം കുഴിച്ചെടുത്തിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ. 2 വർഷമായിട്ട് അവിടെ പോകുന്നതാണ് കേട്ടോ ഞാൻ. എന്നിട്ടാണ് ഈ കുറ്റം മനസ്സിൽ ആലോചിച്ചത്. കാരണം ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത് 1.5 വർഷം മുമ്പാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ പോയിരിക്കും. കാരണം ബോഡിയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തു ചെറിയതായിട്ടൊരു മസാജൊക്കെ കിട്ടി, ഒരു സ്റ്റീം ബാത്തൊക്കെ ചെയ്ത് ആ ആയുർവേദ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ആയുർവേദത്തിൻ്റെ ഒരു സ്മെല്ല്, ഇടയ്ക്ക് ഈ മോയ്സ്ചറൈസറും പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ മാറ്റി നല്ലൊരു ആശ്വാസമാണ്. നമ്മൾ ഭയങ്കര കാമാവും. അന്ന് ഉറങ്ങണ ഉറക്കം എൻ്റെ ജീവിതത്തിൽ, ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറങ്ങൂല. പിന്നെ ഈ ഒരു കിഴിയും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കണ ആ ഒരു 4-5 ദിവസം ഉറപ്പായിട്ടും നല്ല റെസ്റ്റും നല്ല ഉറക്കവും എല്ലാം വേണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ എനിക്ക് ആ മെഡിസിൻ തരുന്നതുകൊണ്ട് തന്നെ ഒരു 4-5 ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും ഒരു 2-3 കിലോ കുറയും. നമ്മൾ യൂറിൻ വഴി നമ്മൾ നീരും കുറേയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ ഈ മുറിയിലായിരുന്നു കേട്ടോ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ എനിക്കൊന്നൊരു 3-4 മുറികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടുത്തെ ഒരു ഡ്രസ്സ് തരും. ഈ ഒരു ഡ്രസ്സിലായിരിക്കും നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു അരണ്ട വെളിച്ചത്തിലായിരിക്കും കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നെറുകിൽ മറ്റേ പൊടിയൊക്കെ ഇട്ട്, നെറുകപ്പൊടിയൊക്കെ ഇട്ട്, എന്താ പറയുക, നെറുകപ്പൊടിയുടെയൊക്കെ പണ്ടത്തെ കുഞ്ഞു ആവാളുടെ മണമൊക്കെ ഇല്ലേ, ഇതാണ് കാലിൽ. എന്ത് മരുന്നാന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വെച്ച് കെട്ടും. അതായത് പ്ലാസ്റ്റർ ഇടണ പോലെ തന്നെ വെച്ച് കെട്ടി അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ഉറച്ചു വലിഞ്ഞു മുറുകും. അപ്പം തന്നെ റിലാക്സ് ആവും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണ്ടത്തെ ചുക്ക് കാപ്പി ഉണ്ടല്ലോ, നല്ല ചൂട് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഈ ഒരു നമുക്കിതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ബുക്കൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇന്നത്തെ കഴിഞ്ഞു. അത് കാലിൽ നല്ല കെട്ടിയത് അഴിച്ചിന്ന് വീണ്ടും കെട്ടി കേട്ടോ. ഇന്നലത്തെ പോലെ ഒരു 24 hours വെക്കേണ്ടത് വൈകുന്നേരം ആകുമ്പോഴേക്കും വെച്ചു. പക്ഷെ അഴിച്ച് കഴിഞ്ഞപ്പോഴേ ചെറിയൊരു നീര് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും കാലങ്ങ് ചുരുങ്ങിയ പോലെ കേട്ടോ. വേദനയൊക്കെ കുറവുണ്ട്. ഞാൻ വെറുതെ ഇരുന്ന് പറയണില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, മിക്കവാറും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ റിപ്പീറ്റ് ചെയ്ത്. ഞാൻ അത്ര വലിയ ആയുർവേദ വിശ്വാസിയല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ ബോഡി പെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റാണ് ആയുർവേദം. കാരണം നമ്മൾ മറ്റേ ഇംഗ്ലീഷ് മെഡിസിനൊക്കെ കഴിക്കുമ്പോഴേക്കും അവരപ്പം തന്നെ പറയുന്ന സർജറിയാണ്. എന്തൊരു സുഖമാണെന്നറിയാം. ഭയങ്കര ക്ഷീണമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റെസ്റ്റ് എടുക്കാത്തതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. നമുക്കിനി ഇപ്പോൾ 3 ദിവസമായില്ലേ, ഇനിയൊരു 3 ദിവസം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ദിവസം എടുക്കാട്ട വീഡിയോ. അത്യാവശ്യം ഇതൊക്കെ തന്നെയാണ് പ്രൊസീജിയർ. നാളെ മുതൽ ഞാൻ വരെ കിഴിയാന്ന് തോന്നുന്നു. കിഴിയിൽ വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓക്കെ, വുമൻസ് ഡേക്ക് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ 6ാം ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ അവസാനിച്ചു. മാർച്ചിൽ ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രം നല്ല ടാനൊക്കെ റിമൂവ് ചെയ്ത് നല്ല സുന്ദര ബോഡി ആക്കാനുള്ളൊരു സ്ക്രബും മസാജും ഈ തലയിലിടുന്ന പുകയൊക്കെ കണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു മിൽക്കും ബദാമും നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസും തരും. എനിക്ക് 6 ദിവസത്തെ, അതായത് 5 ദിവസത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റും 6 ദിവസത്തിന് വേണ്ടി എനിക്ക് 16,000 സംതിങ് ആണ്. അതായത് നിങ്ങൾ ഒരു ദിവസത്തെ ഒരു ഇത് മതി എന്ന് പറഞ്ഞാൽ 2,000 സംതിങ്, മാക്സിമം 3,000 രൂപക്ക് നല്ല സുന്ദരികളും നല്ല റിലാക്സ് ആയിട്ട് വരാൻ പറ്റും. പിന്നെ അവിടുത്തെ ഷാമ്പു എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഹെയറിന് 4-5 ഷാമ്പു മേടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.